ആഗോള അയ്യപ്പ സംഗമം ഈ മാസം 20-ാം തീയതി നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇത് വോട്ട് ബാങ്കുകളെ ലക്ഷ്യമിട്ടാണെന്നും അല്ലെന്നും വാദങ്ങൾ ഉയരുമ്പോൾ ഈ വിഷയത്തിൽ പൊതുജനത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം. തീർച്ചയായിട്ടും ഇപ്പോൾ വോട്ട് ബാങ്ക് ലക്ഷ്യമായിട്ട് തന്നെയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത്. ഒരു സമയത്ത് പിണറായി മാന്യതകളെ കയറ്റാൻ വേണ്ടി എന്തോരം ശ്രമിച്ചു. അവിടുത്തെ ആ പവിത്രത നഷ്ടപ്പെടുത്തിയ ആളാണ് അയാൾ. ഇനിയിപ്പോൾ ഈ വോട്ടിന് വേണ്ടി ജനങ്ങളെ വിഡ്ഢികളായിക്കൊണ്ട് ഇപ്പോൾ ഈ സംഗമം നടത്തുന്നത് തീർച്ചയായിട്ടും അത് എതിർക്കപ്പെടേണ്ടതാണ്. ചെയ്യേണ്ടതുപോലെ ചെയ്യണം. ഒരു വോട്ട് ബാങ്ക് അങ്ങനെ കാണരുത് ഒരിക്കലും. അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു സങ്കല്പത്തിന് മുതലെടുക്കാൻ ശ്രമിക്കരുത്. ജനങ്ങൾക്കുള്ള അയ്യപ്പൻ എന്നുള്ളൊരു സങ്കല്പത്തെ മുതലെടുക്കാൻ ഒരു രാഷ്ട്രീയക്കാരും ശ്രമിക്കരുത്. അയ്യപ്പ സംഗമം കഴിഞ്ഞ പ്രാവശ്യം വളരെ ക്രൂരമായിട്ടല്ലേ അവരോടെല്ലാം പെരുമാറിയത്. ഈ സർക്കാർ മറ്റേ അവിടെ കൊണ്ട് രഹന ഫാത്തിമനെ മറ്റവരെയൊക്കെ കയറ്റിയത്. പിന്നെ ഇങ്ങനത്തെ സംഗമം, ഒരു സംഗമവും ഇല്ല. അത് അവരുടെ ഇപ്പോൾ ഇലക്ഷനാ വന്നത്. അപ്പോൾ വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രം. അത് തന്നെ പരിപാടി. അയ്യപ്പ സംഗമം നടത്തിയിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ മീഡിയയിലെല്ലാം കണ്ടതല്ലേ, എന്തോ ഒരു വെറുതെ ഇത്ര പോലീസുകാർ അഴിഞ്ഞാടണമായിരുന്നില്ല, ബൈക്കുകളെല്ലാം അടിച്ച് പറക്കണത് നമ്മൾ നേരിട്ട് കണ്ടാണല്ലോ. പിന്നെ ഇപ്പം അവർ തന്നെ നേരിട്ട് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ നമ്മുടെ അസംബ്ലി തിരഞ്ഞെടുപ്പ്. ഇത് മുന്നിൽ കണ്ടുള്ള പ്രവൃത്തിയാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയ്യപ്പ സംഗമം നമ്മൾ ജാതിമത ഭേദമന്യേ എല്ലാവരും അയ്യപ്പൻ്റെ അടുത്ത് പോകുന്നതാണ്. ഇന്നിപ്പോൾ എല്ലാ മുസ്ലിംസും കയറുന്നുണ്ട്, ഹിന്ദുക്കളും കയറുന്നുണ്ട്, മറ്റ് പല രാജ്യത്തു നിന്ന് വരുന്ന ആളുകളൊക്കെ വരുന്നുണ്ട്. അത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അവരവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസത്തിനെ തകിടം മറിക്കുക, നമ്മുടെ പാരമ്പര്യമായിട്ട് ഉള്ള അതിനെയൊക്കെ തകർക്കുക എന്നുള്ള ഒരു നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെ. ശരിക്കും വളരെ ചീപ്പായിട്ടുള്ള, ഇപ്പോൾ ഇലക്ഷനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ ചീപ്പായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ്. തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. കാരണം ഇത് അധികം കാലഘട്ടത്തിലല്ലോ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വനിതാമതിലിനെ പറ്റിയിട്ട് പുന്നല ശ്രീമാർ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അതിൻ്റെ അല്ലേ, പിന്നെ ഔദ്യോഗിക സ്ഥാനത്തിന് വെച്ച അയാളാണ്. അങ്ങനെ പറഞ്ഞാൽ ഒന്നുകിൽ പിണറായി നിഷേധിക്കണം, അങ്ങനെ പറഞ്ഞാൽ തെറ്റാണെന്ന് പറയണം. അല്ലെങ്കിൽ ഇതിപ്പോൾ പുള്ളിക്കാരൻ ഒന്നും മിണ്ടുന്നില്ലല്ലോ. നിലപാടുകൾക്കൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ പറഞ്ഞത് തെറ്റാണെന്ന് പറയുക. ഒന്നുമില്ല വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ശരിയായ സ്റ്റാൻഡല്ല. അവർ മുമ്പത്തെ വർഷങ്ങളിൽ ഭക്തന്മാർക്കെതിരെയാണ് അവർ പ്രവർത്തിച്ചത്. ഈ വർഷം ഇത്ര തിരക്ക് കൂട്ടിക്കൊണ്ട് അവരിങ്ങനെ സംഗമം നടത്തുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണെന്നുള്ളത്. ഇലക്ഷൻ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവരുടെ ഈ ഷോ അവർ കാണിക്കുന്നത്. അതിനെ ഞാൻ എതിർക്കുന്നു ആണ് അഭിപ്രായം. ഇപ്പോൾ ഇവർക്ക് ഒരു മുമ്പുള്ള നിലപാടിൽ നിന്നൊക്കെ അവർ കുറേ വെള്ളം ചേർത്തിട്ടാണ് പിന്നെ ആ വിധി അവർ സ്വീകരിച്ചത്. ഇങ്ങനെ ഒരു കാര്യം നടത്തേണ്ട ആവശ്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനൊരു ആ കാര്യം തന്നെ ഇവിടെ ഇല്ല, പക്ഷെ അവരത് നടത്തുന്നു.